ഇനി എന്താ നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്? ഇവിടെ എല്ലാം ഓരോ വാല്യൂസ് നമുക്ക് കാണാം. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് തന്നിട്ടുണ്ടായിരുന്നു. വാല്യൂസിലെല്ലാം ഡോളർ ഫോർമാറ്റിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ആ ഫോർമാറ്റ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകണം. അതിന് വേണ്ടിയിട്ട് എന്താ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെന്താ കാൽക്കുലേഷനിലാണ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. ക്ലിക്ക് ചെയ്തു, ഫോർമാറ്റ് കൊടുത്തു. ഇവിടെ നമ്പേഴ്സ് എന്നുള്ളൊരു സെക്ഷൻ കാണാം. നമ്പേഴ്സിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ കറൻസി കസ്റ്റം എന്നുള്ളതിൽ പോയിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്തു. നമ്പർ ഓഫ് യൂണിറ്റ്സിന് നമ്മളിവിടെ കെ വാല്യൂസിൽ പ്രിൻ്റ് ചെയ്തപ്പോൾ നമുക്കിവിടെ ഓട്ടോമാറ്റിക്കായിട്ട് കാണാം എല്ലാ വാല്യൂസും കെ വാല്യൂസിലേക്ക് മാറിയത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ദെൻ എന്താ നമ്മൾ ഡെസിമൽ പ്ലേസസ് 1 കൊടുത്തപ്പോൾ എന്താ ചെയ്തത്, ഡെസിമൽ നമ്പർ 1 ആക്കി നമ്മൾ കൺവേർട്ട് ചെയ്തപ്പോൾ എല്ലായിടത്തും പോയിൻറ്റേഷൻ ഒരേ ഒരു വാല്യൂ മാത്രമേ നമുക്കിവിടെ ഷോ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ദെൻ എന്താ നമ്മുടെ ഡോളർ സൈനിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഡോളർ സൈൻ ഇവിടെ പ്രിഫിക്സിൽ വന്നിട്ട് നമ്മൾ ഡോളർ സൈൻ കൊടുത്തു. അപ്പോൾ നമുക്ക് കാണാം ഇവിടെ എല്ലാതും നമ്മൾക്കൂടെ ഡോളർ സൈനിൽ നമുക്ക് കാണാൻ പറ്റും. ഡോളർ സൈനിൽ തന്നെ കെ വാല്യൂസ് നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക, ഈ സെയിം സ്റ്റെപ്പിനെ നമ്മളെന്താ ഈ ആക്സസിൽ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിനുവേണ്ടി നമ്മൾ നേരത്തെ ചെയ്ത സ്റ്റെപ്പിൽ തന്നെ ആക്സസ് ക്ലിക്ക് ചെയ്തു, ആക്സസിൽ വന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഫോർമാറ്റ് കൊടുത്തു, നമ്പേഴ്സിൽ പോയി, സ്കെയിലിൽ നമ്പേഴ്സിൽ പോയി, കറൻസി കൊടുത്തു, കസ്റ്റം കൊടുത്തു, കറൻസി കസ്റ്റം കൊടുത്തു, ദെൻ ഡിസ്പ്ലേ യൂണിറ്റ്സ് കെ വാല്യൂസിലേക്ക് മാറ്റി. കെ വാല്യൂസിലേക്ക് മാറ്റിയപ്പോൾ തന്നെ നമ്മുടെ ഈ ആക്സസിൽ കിടക്കുന്ന വാല്യൂസും കെ വാല്യൂസിലേക്ക് മാറിയിട്ടുണ്ട്. നെക്സ്റ്റ് എന്താ, ഡെസിമൽ പ്ലേസസ് എന്താ 1 കൊടുത്തു, പ്രിഫിക്സ് മാറ്റിയിട്ട് എന്താ നമ്മുടെ ഡോളർ സൈൻ കൊടുത്തു. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്താ എല്ലാതും ഒരേ ഫോർമാറ്റിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുത്തു. ഇതാണ് നമ്മൾ ഫോർമാറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ.